എല്ലാവർക്കും presentation visible ആണോ? Yes, sir. Okay. So module 1 second half on welded connections. So നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ബോൾട്ടഡ് കണക്ഷൻസ് ആയിരുന്നു. ബോൾട്ടഡ് കണക്ഷൻസിനകത്ത് എന്താ ചെയ്തത്? നമുക്ക് രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്, ഈ കണക്ഷൻ എന്തായിരുന്നു പറയുന്നത്? ഒന്നിന് മുകളിൽ അടുത്ത പ്ലേറ്റ് വെക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. ഒരു പ്ലേറ്റിന് മുകളിൽ അടുത്ത പ്ലേറ്റ് വെക്കുന്നതിന് എന്തായിരുന്നു പറയുന്നത്? എന്ത് ടൈപ്പ് ജോയിന്റ് എന്നാ പറഞ്ഞത്? ലാബ് ജോയിന്റ്. അപ്പോൾ സെയിം തന്നെ ഇവിടെ എന്തുണ്ട്? വെൽഡഡ് കണക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒന്നിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ രണ്ട് ജോയിന്റ്സ് തമ്മിൽ വെൽഡ് ചെയ്യാം. അപ്പോൾ അതാണ് വെൽഡഡ് കണക്ഷൻസ്. അതേ കണക്ക് വേറെന്തുണ്ടായിരുന്നു? നമുക്ക് രണ്ട് പ്ലേറ്റ്സ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു കവർ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ജോയിൻ ചെയ്യുമായിരുന്നു. അതിന് പറയുന്ന പേരെന്തായിരുന്നു? മുകളിലും താഴെയും ഇപ്പൊ കവർ പ്ലേറ്റ്സ് യൂസ് ചെയ്തു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ നട്ട്സ് ഇട്ട് ടൈറ്റ് ചെയ്തു, ബോൾട്ടും നട്ടും ഇട്ട് ടൈറ്റ് ചെയ്തു. ഇതിന് പറയുന്നത് ഈ ടൈപ്പ് കണക്ഷൻ എന്തായിരുന്നു പറയുന്നത്? ബഡ് ജോയിന്റ്സ്. അപ്പൊ ഇവിടെയും ബഡ് ജോയിന്റ്സ് ഉണ്ട്. പക്ഷെ എന്താണ്? രണ്ട് പ്ലേറ്റ്സ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ വെൽഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. വെൽഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. So welding is the joining of two pieces of metal by establishing a metallurgical bond between them. So by establishing a metallurgical bond between them. അപ്പോൾ വെൽഡിംഗ് പ്രോസസ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ വെൽഡിംഗ് പ്രോസസ്, അപ്പോൾ നമുക്ക് ഇനി വെൽഡിംഗ് പ്രോസസ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കാൻ പോകുന്നത്. കമ്പയറിംഗ് ടു ദ പ്രീവിയസ് നമ്മൾ എന്താ പഠിച്ചത്? ബോൾട്ടഡ് കണക്ഷൻസ് ആയിരുന്നു പറഞ്ഞത്. ബോൾട്ടഡ് കണക്ഷൻസിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് വെൽഡഡ് കണക്ഷൻസിനകത്ത്. The first one, welded structures are lighter. Welded structures are lighter structures. Second പറയുന്നത് എന്താണ്? Welding process is a quicker process. Third പറയുന്നത് welding is more adaptable than bolting or riveting. It is more adaptable than bolting or riveting. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. It is possible to achieve 100% efficiency. 100% efficiency. നമ്മൾ ബോൾട്ടഡ് കണക്ഷൻസ് പറഞ്ഞപ്പോൾ നമുക്ക് പറയുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് 70 to 80% ഓഫ് എഫിഷ്യൻസി മാത്രമേ ബോൾട്ടഡ് കണക്ഷൻസിനകത്ത് എഫിഷ്യൻസി വരുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്ത ചില പ്രോബ്ലം നോക്കിയാൽ കാണാൻ 35% ഒക്കെയാണ് നമുക്ക് എഫിഷ്യൻസി കിട്ടിയത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് വെൽഡഡ് കണക്ഷൻസ് ഈസ് ഓൾമോസ്റ്റ് 100. അപ്പോൾ 100% വരെ നമുക്ക് എന്ത് കിട്ടും? വെൽഡഡ് കണക്ഷൻസ് ആണെങ്കിൽ എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. Then less noise is produced. Good aesthetic appearance. Comparing to bolted connections, welded connections will provide a good aesthetic appearance. നല്ല എന്താണ്? കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? Welded connections are airtight and watertight. Bolted connections നമുക്ക് ഒരിക്കലും എയർ ടൈറ്റും വാട്ടർ ടൈറ്റും എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്? ആ നട്ടിന്റെ ബോൾട്ടിനും സ്പേസിന് ഇടയിൽ കൂടെ എന്ത് ചെയ്യാം? there may be chances of water leakages. ഉണ്ട്. ഈ ലാസ്റ്റ് പറയുന്നത് എന്താണ്? they are rigid joints. welded connectionsന്റെ joints എന്താണ്? they are rigid joints. ഇനി നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് സാധനം എടുത്താലും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ വെൽഡഡ് കണക്ഷൻസിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഡ്യൂ ടു അൺഈവൻ ഹാൻഡ്ലിംഗ്, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്, മെമ്പേഴ്സ് ആർ ലൈക്ലി ടു ഡിസ്ട്രോയ് ദ പ്രോസസ് ഓഫ് വെൽഡിംഗ്. നമുക്കറിയാം വെൽഡിംഗ് പ്രോസസ്സിന് എന്താ വേണ്ടത്? നല്ലൊരു എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ആവും. അപ്പോൾ അതേപോലെ തന്നെ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്, നമ്മൾ ചിലപ്പോൾ വെൽഡഡ് കണക്ഷൻസ് പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി വാട്ടർ ഒക്കെ സ്പ്രിങ്കിൾ ചെയ്യും. സോ അതെന്താണ്? അത് ചിലപ്പോൾ ഡാമേജസിനുള്ള ചാൻസസ് ഉണ്ടാവും. നമ്മുടെ പ്ലേറ്റ്സിന് ചിലപ്പോൾ ഈ അൺഈവൻ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് എന്തെങ്കിലും ഡാമേജസിനുള്ള ചാൻസസ് ഉണ്ടാവും. സോ ഗ്രേറ്റർ പോസിബിലിറ്റി ഓഫ് ബ്രിട്ടിൽ ഫ്രാക്ചർ. അപ്പോൾ ബ്രിട്ടിൽ ഫ്രാക്ചേഴ്സിനുള്ള ചാൻസസ് കൂടുതലാണ് വെൽഡഡ് കണക്ഷൻസിന്. സോ വേറാസ് ഇൻ ബോൾട്ടഡ് കണക്ഷൻസ് ബ്രിട്ടിൽ ഫ്രാക്ചേഴ്സിനുള്ള ചാൻസസ് ഇല്ല. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് and expensive inspection. So inspections of welded joints in inspections difficult are, and also it is very expensive. For welding, highly skilled persons are required. ഇപ്പൊ നട്ടും ബോൾട്ടും ഉറപ്പിക്കാനായിട്ട് ഒരുപാട് സ്കിൽ ഒന്നും വേണ്ട. പക്ഷേ വെൽഡ് ചെയ്യാൻ രണ്ട് മെമ്പേഴ്സ് തമ്മിൽ വെൽഡ് ചെയ്യാൻ എന്ത് വേണം? ഹൈലി സ്കിൽഡ് ലേബേഴ്സ് ആർ റിക്വയർഡ്. സോ പിന്നെന്താണ്? they are over rigid. The joints are over rigid.
സോ ഇതിന് പറയുന്നതാണ് പ്രോപ്പർ വെൽഡിംഗ് ഇൻ ഫീൽഡ് കണ്ടീഷൻ ഈസ് ഡിഫിക്കൽട്ട്. നമുക്കൊരു സൈറ്റിൽ പോയി വെൽഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അല്ലെങ്കിൽ ഫാക്ടറി അല്ലെങ്കിൽ ഷോപ്പ് വെൽഡിംഗ് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടി ഈസിയർ പ്രോസസ് ആണ്. ഇപ്പൊ ഷോപ്പ് വെൽഡിങ്ങിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റോബോട്ട്സിനെയൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ കാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഹെവി മെഷീനറി എക്യുപ്മെന്റ്സിനകത്തൊക്കെ വെൽഡിംഗ് പ്രോസസ് ചെയ്യുന്നത് ഹ്യൂമൻസ് അല്ല, അവിടെ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റോബോട്ട്സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മെത്തേഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ഫീൽഡിലെ വെൽഡിങ് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഷോപ്പ് വെൽഡിങ്ങിന് അത്രയും എന്താണ് എഫിഷ്യൻസി കിട്ടില്ല. So next moving on to types of welded joints. So നമുക്ക് 4 type of welded joints ആണുള്ളത്. First one, butt or groove joint. Second one, fillet weld. Third one, slot weld. And fourth one, plug weld. അപ്പോൾ 4 type of welded joints ആണ് നമുക്ക് പറയുന്നത്. butt, fillet, slot and plug weld. ഇനി നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, butt. സോ ബട്ട് വെൽഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതാണ്ടേ നമുക്ക് 2 പ്ലേറ്റ്സ്, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ദെൻ ഇത് സെക്കൻഡ് പ്ലേറ്റ്. 2 പ്ലേറ്റും ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. സെക്കൻഡ് പ്ലേറ്റ്. ഇനി ഈ 2 പ്ലേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുകയാണ്, കണക്ട് ചെയ്യാനായിട്ട് ഈ 2 പ്ലേറ്റ്സും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽഡ് ചെയ്യുന്നു. സോ ഈ ടൈപ്പ് വെൽഡിനെയാണ് നമ്മൾ എന്ത് വെൽഡ് എന്ന് പറയുന്നത്, ബട്ട് വെൽഡ്. സോ 2 പ്ലേറ്റ്സ് അടുത്ത് വെച്ചു, എന്നിട്ട് ആ പ്ലേറ്റ്സിനെ തമ്മിൽ ആ ജോയിന്റ് വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമുക്ക് പ്ലേറ്റ് 1ന്റെയും പ്ലേറ്റ് 2ന്റെയും തിക്നെസ് സെയിം ആകണമെന്ന് ഒരു നിർബന്ധമില്ല. പ്ലേറ്റിന്റെ തിക്നെസ് വേരി ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്തെ എടുക്കേണ്ട തിക്നെസ് എന്തായിരിക്കണം, ഈ 2 പ്ലേറ്റിനകത്തുള്ള ലീസ്റ്റ് തിക്നെസ് ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ഗ്രൂവ് മെയ്ഡ് ഫോർ വെൽഡിങ്. ഇനിയിപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഈ 2 പ്ലേറ്റ്സും ഇതേ കണക്ക് തന്നെ എന്താണ് പ്ലേറ്റ്സിന്റെ എൻ്റെ റെഗുലർ ഷേപ്പിൽ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെൽഡിങ് പ്രോപ്പർ ആകാൻ വേണ്ടി ആ ഗ്രൂവ്സ് എന്ത് ചെയ്യും, ചില രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ഗ്രൂവ്, ദ വെൽഡിങ് ഫോർ വെൽഡിങ് ബട്ട് വെൽഡിങ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. അപ്പൊ ഗ്രൂവിനെ ബേസ് ചെയ്തിൽ നമുക്ക് വെൽഡിങ്ങിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്ക്വയർ ബട്ട് വെൽഡ് ഓൺ വൺ സൈഡ്. അപ്പൊ ഇവിടെ കണ്ടോ, ഈ ജോയിന്റിലുള്ള 2 പ്ലേറ്റ്സിന്റെയും ജോയിന്റിൽ വരുന്ന ക്രോസ് സെക്ഷൻ എന്താണ്, അത് സ്ക്വയർ ഷേപ്പ് ആണ്, സ്ക്വയർ ഷേപ്പ്. സെക്കൻഡ് പറയുന്നുണ്ട് സ്ക്വയർ ബട്ട് വെൽഡ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ വെൽഡിങ് നമ്മൾ ടോപ്പിൽ മാത്രമേ വെൽഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടെ കണ്ടോ, മുകളിലും വെൽഡ് ചെയ്യുന്നുണ്ട്, താഴെയും വെൽഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ബോത്ത് സൈഡ്സ്, സ്ക്വയർ ബട്ട് വെൽഡ് ബോത്ത് സൈഡ്സ് എന്ന് പറയുന്നത്. ഇനി സിംഗിൾ വി ബട്ട് ജോയിന്റ്. സിംഗിൾ വി ബട്ട് ജോയിന്റ് എന്ന് വെച്ചാൽ ഈ ഗ്രൂവിന്റെ ഷേപ്പ് കണ്ടോ, ഇവിടെ എന്താണ് ഒരു വി ഷേപ്പിലാണ് ഈ 2 പ്ലേറ്റ്സിന്റെ ആ ഇടയിലെ ഗ്രൂവ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ വി ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് ഡബിൾ വി കണ്ടോ, മുകളിൽ ഒരു വി ഷേപ്പ് വരും, താഴെയും ഒരു വി ഷേപ്പ് വരും. അതിന്റെ മുകൾ വശവും നമ്മൾ എന്ത് ചെയ്യുന്നു, വെൽഡ് ചെയ്യുന്നു, ബോട്ടം സർഫസും വെൽഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡബിൾ വി ബട്ട് ജോയിന്റ് എന്ന് പറയുന്നത്. ഡബിൾ വി ബട്ട് ജോയിന്റ്. ഇനി നേരത്തെ സിംഗിൾ യു ബട്ട് ജോയിന്റ്. നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, ഈ ഗ്രൂവിന്റെ ഷേപ്പ് എന്താണ്, യു ആണ്, യു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സിംഗിൾ യു ബട്ട് ജോയിന്റ്. നെക്സ്റ്റ് വൺ സിംഗിൾ ജെ ബട്ട് ജോയിന്റ്. ആണ് ഇവിടെ നമുക്ക് റെക്ടാംഗുലർ ഷേപ്പ് ആണ്, പക്ഷെ ഇവിടെ കണ്ടോ ഇതിങ്ങനെ വരുമ്പോൾ നമുക്കൊരു ജെ ഷേപ്പ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ സിംഗിൾ ജെ ബട്ട് ജോയിന്റ്, സിംഗിൾ ബിവൽ ബട്ട് ജോയിന്റ്. ഇപ്പൊ നമുക്കിങ്ങനെ കുറെ ടൈപ്സ് ഉണ്ടെങ്കിലും അത് 2 ടൈപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ സിംഗിൾ വി ബട്ട് ജോയിന്റ് and next one double V butt joint. Single V butt joint and double V butt joint. അപ്പോൾ അതിനകത്ത് കണ്ടേ, ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. 2 പ്ലേറ്റ്സുകളാണുള്ളത്. ആ 2 പ്ലേറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ്ടേ ഇങ്ങനെയാണ്. ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്. ഇത് സെക്കൻഡ് പ്ലേറ്റ്. നമുക്ക് എന്താണ്, ആ ഗ്രൂവ് ഒരു വി ഷേപ്പിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ ഗ്രൂവിന്റെ പോർഷൻ ഫുൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഗ്രൂവിന്റെ പോർഷൻ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് വെൽഡഡ് പോർഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ പ്ലേറ്റ്. ഇതാണ്ട് ഇത്രയും പോർഷൻ, ഞാൻ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന പോർഷൻ എന്താണ്, ആ 2 പ്ലേറ്റ്സും തമ്മിൽ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുക. സിംഗിൾ വി ബട്ട് ജോയിന്റ്. ഇപ്പൊ എന്താണ് ഒരു എസ്തെറ്റിക് വ്യൂ ഉണ്ട്. ഇപ്പൊ ഇത് ബോൾട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് ഇങ്ങനെ ബോൾട്ട് ചെയ്യാൻ പറ്റില്ല. മുകളിൽ കൂടെ എന്ത് ചെയ്യണം,
ഒരു കവർ പ്ലേറ്റ്സും കൂടെ ഒക്കെ വെച്ചിട്ടാണ് ബോൾട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലെ അപേക്ഷ നോക്കുമ്പോൾ എന്താണ്, ഇത് നല്ലൊരു എസ്തെറ്റിക് അപ്പിയറൻസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിംഗിൾ വി ബഡ് ജോയിന്റ്. ഇനി ഡബിൾ വി ബഡ് ജോയിന്റ് കണ്ടോ, ഇതാണ് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. എന്ത് ചെയ്യാണ്, ഇതാണ്ട് മുകളിൽ നമ്മൾ രണ്ട് പ്ലേറ്റ്സിന്റെ ഇടയിൽ എന്താണ് ഒരു വി ഷേപ്പ് ഗ്രൂവ് ആണ്, താഴെ എന്താണ് ഒരു വി ഷേപ്പ് ഗ്രൂവ് ആണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ലെങ്ത് ഫുൾ എന്ത് ചെയ്യും, വെൽഡ് ചെയ്യും. ഇത്രയും ലെങ്ത് ത്രൂ ഔട്ട് വെൽഡ് ചെയ്യും. ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ താഴത്തെ പോർഷൻ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫുൾ ലെങ്ത് വെൽഡ് ചെയ്യും. ഇപ്പോൾ ലോഡ് കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ ഈ ഫുൾ പോർഷനും വെൽഡ് ചെയ്യും. അതാണ്ട് ഇവിടെ ചെയ്തിരിക്കുന്നതാണ്, സിംഗിൾ വീല് ചെയ്തിരിക്കുന്നതാണ്, ഫുൾ ലെങ്തും വെൽഡ് ചെയ്യും. അതായത് ടോപ്പ് സർഫസ് വരെ വെൽഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ജോയിന്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ്. നമുക്ക് പ്രോബ്ലംസ് കൂടുതലും വരുന്നത് സിംഗിൾ വി ബഡ് ജോയിന്റിനകത്തും ഡബിൾ വി ബഡ് ജോയിന്റിനകത്തുമാണ് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ സർ. ഈ നെക്സ്റ്റ് വൺ ആണ് ഫില്ലറ്റ് വെൽഡ്. ഫില്ലറ്റ് വെൽഡ് നമുക്ക് ഈ ഫിഗേഴ്സിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫില്ലറ്റ് വെൽഡ് എന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്. ആ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മളൊരു ഹൊറിസോണ്ടൽ മെമ്പറുമായിട്ട് നമുക്ക് വെൽഡ് ചെയ്യണം. ആ സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫില്ലറ്റ് വെൽഡ്. അതായത് ഇമേജ് നോക്കിയാൽ കാണാം. അപ്പോൾ ഈ രണ്ട് മെമ്പേഴ്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വെൽഡ് ചെയ്യുവാണ്. ഇതിനെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡിങ് എന്ന് പറയുന്നത്. ഫില്ലറ്റ് വെൽഡിങ്. ആ വെൽഡിങ്ങിൽ നമുക്കൊരു റഫ്ലി ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ആ വെൽഡിങ്ങിന്റെ ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ ലെഗ് സൈസ് എന്ന് പറയുന്നത്. ലെഗ് സൈസ്, ഈ ടേം ഓർത്തോളം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വരും. ലെഗ് സൈസ്, ഫില്ലറ്റ് വെൽഡ്. കണക്കിന് ഇവിടെയും എന്താണ്, അതിന്റെ ലെഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു പോർഷൻ ആണ് റൂട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്, റൂട്ട് പോർഷൻ. ഒരു റഫ്ലി ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും നമുക്ക് ഫില്ലറ്റ് വെൽഡിങ്ങിന് വരുന്നത്. സോ it is approximately a triangular cross section joining two surfaces approximately at right angles to each other in lap joint, T joint or corner joint. So fillet weldings are mainly applicable to lap joint, T joint or corner joints. Lap joint, T joints or corner joints. Okay. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞായിരുന്നു സ്ലോട്ട് വെൽഡ്. സ്ലോട്ട് വെൽഡ്. അപ്പോൾ സ്ലോട്ട് വെൽഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഫിഗേഴ്സ് നോക്കിയാൽ തന്നെ അത് ക്ലിയർ ആവും. ദാണ്ടെ നമുക്ക് ദാണ്ടെ ഒരു ബോട്ടം പ്ലേറ്റ് ഉണ്ട്. ആ ബോട്ടം പ്ലേറ്റിന് മുകളിൽ നമ്മളൊരു ടോപ്പ് പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് പ്ലേറ്റ് എന്ന് പറയാം, ഫസ്റ്റ് പ്ലേറ്റ്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് പ്ലേറ്റിനകത്ത് നമ്മളൊരു സർക്കുലർ ക്രോസ് സെക്ഷൻ കൊടുക്കുവാണ്, ഒരു സർക്കുലർ ഹോള് കൊടുക്കുവാണ്. ആ സർക്കുലർ ഹോളിന്റെ ഈ ഒരു പോർഷൻ നമ്മൾ വെൽഡ് ചെയ്യാണ്. സോ വെൽഡ് ചെയ്യുമ്പോൾ എന്താണ്, താഴത്തെ പ്ലേറ്റും മുകളിലത്തെ പ്ലേറ്റും തമ്മിൽ പ്രോപ്പർ ആയിട്ട് ടൈ ചെയ്തിരിക്കുകയാണ്. അതാണ് സ്ലോട്ട് വെൽഡ്. അപ്പോൾ ഇതെന്താണ്, ഈ മുകളിലെ പ്ലേറ്റിന് ഒരു കുറച്ച് ഏരിയ എന്ത് ചെയ്യും, നമ്മളൊരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. താഴത്തെ പ്ലേറ്റിനകത്ത് നമ്മൾ ഹോൾസോ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അതാണ് സ്ലോട്ട് വെൽഡ്. A circular hole is kept with another plate to be jointed and fillet welding is made along the periphery of the hole. Fillet welding is made along the periphery of the hole. ഇതാണ് സ്ലോട്ട് വെൽഡ് എന്ന് പറയുന്നത്. സ്ലോട്ട് വെൽഡ്. ഇനി അടുത്തത് പ്ലഗ് വെൽഡ് ആണ്. പ്ലഗ് വെൽഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്താണ്, നേരത്തെ കണക്ക് ഒരു വലിയ സർക്കുലർ ഹോൾസ് ഒന്നുമല്ല, നമുക്ക് ഈ ഫസ്റ്റ് പ്ലേറ്റിനകത്ത് ഇതേ ചെറിയ ഹോൾസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ സ്ലോട്ട് വെൽഡ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഹോളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചെറിയ ഹോൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മുകളിലെ പ്ലേറ്റിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ ചെറിയ ഹോൾസ്. എന്നിട്ട് ആ ഹോൾസിൽ കൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫില്ലറ്റ് വെൽഡിങ് കൊടുത്ത് താഴത്തെ പ്ലേറ്റും മുകളിലത്തെ പ്ലേറ്റും തമ്മിൽ പ്രോപ്പർ ആയിട്ട് ബോണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്ലഗ് വെൽഡ്. അതാണ് പ്ലഗ് വെൽഡ്. ഇവിടെ നമുക്ക് മുകളിലെ പ്ലേറ്റ് രണ്ട് കേസിലും എന്താണ്, പ്ലഗ് വെൽഡിലും സ്ലോട്ട് വെൽഡിലും നമ്മൾ മുകളിലെ പ്ലേറ്റിൽ മാത്രമേ ഹോൾ ഉണ്ടാവുള്ളൂ. പ്ലഗ് വെൽഡ് ആണെങ്കിൽ എന്താണ്, ചെറിയ ഹോൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ ഹോൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ സ്ലോട്ട് വെൽഡ് എന്ന് വെച്ചാൽ കമ്പയറിംഗ് എന്താണ്, ഒരു വലിയ ഹോൾ ആയിരിക്കും ഫസ്റ്റ് പ്ലേറ്റിൽ, മുകളിലെ പ്ലേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴത്തെ പ്ലേറ്റിൽ ഹോൾസ് ഒന്നും ഉണ്ടാകത്തില്ല. മുകളിലെ പ്ലേറ്റിലാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ഈ ഗ്യാപ്പിൽ ഈ ഹോളിൽ സോൾഡർ ചെയ്യും. സോ ദ സോൾഡറിംഗ് വിൽ ബോണ്ട് ദ ടു പ്ലേറ്റ്സ് ടുഗെദർ. ക്ലിയർ? ഇതാണ് നമ്മുടെ 4 ടൈപ്പ് വെൽഡിംഗ് ഉള്ളത്. 4 ടൈപ്സ് ഓഫ് വെൽഡിംഗ്. ക്ലിയർ? മനസ്സിലായോ? ഒരുപാട് പേര് ആബ്സെന്റ് ആണല്ലോ, എന്താ പറ്റിയേ?
ആർക്കെങ്കിലും അറിയാവോ? So next, important specifications for welding. അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻസ് ഫോർ വെൽഡിങ്. ഫസ്റ്റ് നമ്മൾ ബഡ് വെൽഡിംഗ് ആണ് നോക്കുന്നത്. ബഡ് വെൽഡിംഗ്. സോ ബഡ് വെൽഡിങ്ങിനകത്ത് സൈസ് ഓഫ് ബഡ് വെൽ ഷാൽ ബി സ്പെസിഫൈഡ് ബൈ എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. അപ്പോൾ സൈസ് ഓഫ് ബഡ് വെൽഡ് നമ്മൾ പറയുന്നത് ത്രോട്ട് തിക്നെസ്സിന് ബേസ് ചെയ്താണ്. ഈ ത്രോട്ട് തിക്നെസ് ആണ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പാർഷ്യൽ പെനട്രേഷൻ ആണ്. അതാണ്ട് ഇവിടെ ഒരു ഈ ടൈപ്പ് ജോയിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ടൈപ്സ് ഓഫ് ബഡ് വെൽഡിനകത്ത് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ആണ്? സിംഗിൾ വി ബഡ് ജോയിന്റ് ആണ്. അപ്പൊ ഈ സിംഗിൾ വി ബഡ് ജോയിന്റ് അത് എന്താണ്? അതാണ്ട് ഫുൾ ലെങ്തിലും എന്തില്ല, ത്രോട്ട് തിക്നെസ് ഇല്ല. താഴത്തെ ഭാഗത്തൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ത്രോട്ട് തിക്നെസ് ഇല്ല. അവിടെ എന്താണ്, ഫസ്റ്റ് പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, സെക്കൻഡ് പ്ലേറ്റ് എന്താണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. ഈ പോർഷനിലാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. സോ ആ വെൽഡിങ്ങിന്റെ തിക്നെസ് ആണ് നമ്മൾ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ത്രോട്ട് തിക്നെസ്. അപ്പോൾ ത്രോട്ട് തിക്നെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ത്രോട്ട് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ഫസ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് പെനട്രേഷൻ ബഡ് വെൽഡ്. കംപ്ലീറ്റ് പെനട്രേഷൻ ഈ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് കംപ്ലീറ്റ് പെനട്രേഷൻ അല്ലെങ്കിൽ ഫുൾ പെനട്രേഷൻ ബഡ് വെൽഡ്. അപ്പോൾ ഫുൾ പെനട്രേഷൻ നമുക്ക് വരുന്നത് ഡബ്ല്യുവിലും ഡബിൾ വ്യൂവിലും ഹലോ, വൈഫൈ കട്ടായി പോയി, ഞാൻ അറിഞ്ഞില്ല. എവിടം വരെ പറഞ്ഞ നിങ്ങൾ കേട്ടത്? കറണ്ട് പോയത് അറിഞ്ഞില്ലായിരുന്നു. Full penetration. വൺ സെക്കൻഡ് സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. നമ്മൾ ഈ സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന കേട്ടായിരുന്നോ? വൈഫൈ കട്ടായത് അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ, ഈ സ്ലൈഡല്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്? പ്രീവിയസ് സ്ലൈഡ് വരെ നിങ്ങൾ കേട്ടല്ലേ? അതെ സർ. ഓക്കെ,
സോ ബട്ട് വെൽഡിനകത്ത് നമ്മൾ എന്താണ് ത്രോട്ട് തിക്നെസ് എങ്ങനെ എടുക്കുന്നതാണ് നോക്കുന്നത്. അപ്പൊ ത്രോട്ട് തിക്നെസ് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഫുൾ പെനട്രേഷൻ വരുവാണെങ്കിൽ ഇതാണ് ഫുൾ പെനട്രേഷൻ. ഫുൾ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫുള്ള് എന്ത് ചെയ്യും? വെൽഡിങ് ചെയ്യും. അപ്പൊ ഫുൾ പെനട്രേഷൻ നമ്മൾ ബട്ട് വെൽഡ് വരുന്നത് ഡബ്ല്യൂയിലും ഡബിൾ ബിയിലും ഡബിൾ ജെയിലും ഡബിൾ ബെബിലുമാണ് ഫുൾ പെനട്രേഷൻ. ഫുൾ പെനട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൽഡിങ് ചെയ്യുന്നത്. ആ കേസിൽ തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ്, തിക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി പാർഷ്യൽ പെനട്രേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ ആണെങ്കിൽ, ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ നമ്മൾ എടുക്കുന്നത് 5/8 ഓഫ് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ് എന്തായിട്ട് എടുക്കുന്നത്? ത്രോട്ട് തിക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നോണം. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരും. തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റും തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് പാർഷ്യൽ പെനട്രേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? 5 ത്രോട്ട് തിക്നെസ് ഇസ് ഈക്വൽ ടു വെൽഡിന്റെ സർ പറയുന്ന ബ്രേക്ക് ആവുന്നുണ്ട്. ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത് ക്ലിയർ? ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഇതെത്തേണ്ടി വരും. സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നത് വൈഫൈ പോയി, കറണ്ട് പോയി. നോക്കട്ടെ, ഞാൻ ഫോൺ ഇച്ചിരി ഹൈറ്റിൽ വെക്കാം. ഒന്നുകൂടി നോക്കാമേ. വൈഫൈ കട്ടായി പോയതാണ് വോയിസ് ബ്രേക്ക് ആവുന്നത്. One second. പ്രസന്റേഷൻ കാണാമോ എല്ലാവർക്കും? ഹലോ. ഓക്കെ. സോ ആ പോയിന്റ് ഞാൻ ഒന്നും കൂടി പറയാം, നമുക്കത് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ത്രോട്ട് തിക്നെസ് ആണ്. ത്രോട്ട് തിക്നെസ് നമുക്ക് പാർഷ്യൽ പെനട്രേഷൻ ആണ് വരുന്നതെങ്കിൽ, പാർഷ്യൽ പെനട്രേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ലെങ്തിലും എന്ത് വരത്തില്ല? വെൽഡ് വരത്തില്ല. ഇതാണ് പാർഷ്യൽ പെനട്രേഷൻ. അപ്പോൾ ഈ തിക്നെസ് ആണ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. പാർഷ്യൽ പെനട്രേഷൻ ആണെങ്കിൽ ത്രോട്ട് തിക്നെസ് എത്രയാണ് എടുക്കേണ്ടത്? 5/8 തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. തിന്നർ പ്ലേറ്റിന്റെ 5/8 തിക്നെസ് ആയിരിക്കും എന്തിന് വരുന്നത്? ത്രോട്ട് തിക്നെസ്സിന് വരുന്നത്. ഇനി ഫുൾ പെനട്രേഷൻ ആണ് വരുന്നതെങ്കിൽ, ഫുൾ പെനട്രേഷൻ ഏതൊക്കെ കേസിൽ വരും നോക്കിക്കോ? W, ഡബിൾ ബി, ഡബിൾ ജെ ആൻഡ് ഡബിൾ ബെവൽ. അവിടെ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? thickness of the weld is taken as the thickness of the thinner part of joint. അതായത് thickness of thinner plate ആണ്
ത്രോട്ട് തിക്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഈ ഫിഗറിൽ പക്ഷേ രണ്ട് പ്ലേറ്റിന്റെ തിക്നെസ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് പ്ലേറ്റിന്റെ തിക്നെസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? തിന്നർ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് ഫുൾ പെനട്രേഷനകത്ത് തിക്നെസ് ഓഫ് ത്രോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ? Yes, sir. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് പോയിന്റ്സും ക്ലിയർ ആണോ എല്ലാവർക്കും? ത്രോട്ട് തിക്നെസ് ഫോർ ഫുൾ പെനട്രേഷൻ ആൻഡ് ഫോർ പാർഷ്യൽ പെനട്രേഷൻ. Yes, sir. ഈ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിനകത്തുള്ള കുറച്ച് പോയിന്റ്സും കൂടിയാണ്. The effective length of a butt weld, effective length of a butt weld shall be taken as the length of full size weld. അപ്പോൾ ഇത് എഫക്റ്റീവ് ലെങ്ത് നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് ഫുൾ സൈസ് വെൽഡ് ആയിട്ടാണ് എടുക്കുന്നത്. The minimum length of a butt weld, minimum length of a butt weld shall be 4 times the size of the weld. Minimum length of butt weld shall be taken as 4 times the size of the weld. If intermittent butt welding is used, intermittent butt welding എന്ന് പറയാൻ കാര്യം നമുക്കിപ്പോൾ രണ്ട് വലിയ പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുവാണ്, അപ്പൊ നമ്മൾ ഈ ഫുൾ ലെങ്തിലും നമ്മൾ വെൽഡ് ചെയ്യത്തില്ല. ആദ്യം കുറച്ച് ഇവിടെ വെൽഡ് ചെയ്യും, പിന്നെ കുറച്ച് പോർഷൻ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ വെൽഡ് ചെയ്യും, പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ വെൽഡ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഇന്റർമീഡിയറ്റ് ബട്ട് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വാല്യൂസ് എടുക്കുന്നത്? ഇറ്റ് ഷാൽ ഹാവ് ആൻ എഫക്റ്റീവ് ലെങ്ത് ഓഫ് not less than 4 times the weld size. Effective length not less than 4 times the weld size, and space between the two welds shall not be more than 16 times the thickness of thinner plate joint. അപ്പോൾ പിന്നെന്താണ്? Space between the weld shall not be more than 60 times the thickness of thinner part joint അല്ലെങ്കിൽ thinner plate joint. രണ്ടും തമ്മിലുള്ള സ്പേസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ സ്പേസ് ഫാക്ടേഴ്സ് ഒക്കെ ഓർത്തിരിക്കുക. Should not be more than 16 times the thickness of thinner plate jointed. അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത് ബഡ് വെൽഡിങ്ങിനകത്തുള്ളത്. ബഡ് വെൽഡിങ്. അപ്പോൾ ബഡ് വെൽഡിങ്ങിനകത്ത് നമ്മൾ പ്രോബ്ലത്തിനകത്ത് ആവശ്യം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ത്രോട്ട് തിക്നെസ്, പിന്നെ നമ്മൾ അതിന്റെ എഫക്റ്റീവ് ലെങ്തിന്റെ കാര്യങ്ങൾ. ഇനി ഫില്ലറ്റ് വെൽഡിങ് ആണെങ്കിൽ ഫില്ലറ്റ് വെൽഡിങ്ങിനകത്ത് നമ്മൾ ഫസ്റ്റ് സൈസ് ഓഫ് ദ വെൽഡ് പറയുവാണ്. അപ്പോൾ സൈസ് ഓഫ് ദ വെൽഡ്, ദ നോമിനൽ ഫില്ലറ്റ് വെൽഡ് ഷാൽ ബി ടേക്കൺ ആസ് മിനിമം വെൽഡ് ലെഗ് സൈസ്. സൈസ് ഓഫ് നോമിനൽ ഫില്ലറ്റ് വെൽഡ് ഷാൽ ബി ടേക്കൺ ആസ് മിനിമം വെൽഡ് ലെഗ് സൈസ്. അപ്പോൾ വെൽഡ് ലെഗ് സൈസ് എന്ന് വെച്ചതാണ് ഇതാണ് ലെഗ് സൈസ്, വെൽഡിന്റെ ലെഗ് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞ പോയിന്റ് എന്താണ്? സൈസ് ഓഫ് നോമിനൽ ഫില്ലറ്റ് വെൽഡ് ഷാൽ ബി ടേക്കൺ ആസ് മിനിമം വെൽഡ് ലെഗ് സൈസ്. ഫോർ ഡീപ് പെനട്രേഷൻ ഓഫ് നോട്ട് ലെസ് ദാൻ 2.4 mm, size of weld is minimum leg size plus 2.4 mm. For deep penetration more than 2.4 mm, size of weld എന്ന് പറയുന്നത് minimum leg size plus actual penetration. അപ്പോൾ അതാണ് സൈസ് ഓഫ് വെൽഡിന്റെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഈ സെക്കൻഡ് പോയിന്റ്, ഫില്ലറ്റ് വെൽഡിന്റെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് മിനിമം സൈസ് ഓഫ് വെൽഡ് സ്പെസിഫൈഡ് ഈസ്. ഫില്ലറ്റ് വെൽഡ് സ്പെസിഫൈഡ് ഈസ്. അപ്പോൾ മിനിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് നമ്മൾ എടുക്കുന്നത് IS 800/2007 ടേബിൾ 21 പേജ് 78. അപ്പോൾ ഫില്ലറ്റ് വെൽഡിന്റെ സൈസ്, മിനിമം സൈസ്, മാക്സിമം കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ടേബിൾ ആണ് റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്. ടേബിൾ 21 ക്ലോസ് 10.5.2.3 മിനിമം സൈസ് ഓഫ് ഫസ്റ്റ് റൺ ഓഫ് എ സിംഗിൾ റൺ ഫില്ലറ്റ് വെൽഡ്. അപ്പോൾ നമുക്ക് തിക്നെസ് ഓഫ് പ്ലേറ്റ് 0 to 10 mm ആണെങ്കിൽ, തിക്നെസ് ഓഫ് പ്ലേറ്റ് 0 to 10 mm ആണെങ്കിൽ വെൽഡിന്റെ സൈസ് നമ്മൾ എടുക്കുന്നത് 3 mm ആണ്. മിനിമം സൈസ്, ഈ പറയുന്നത് മിനിമം സൈസ് ആണ് കേട്ടോ. ഇനി നമ്മൾ രണ്ട് പ്ലേറ്റ് തിക്നെസ് ഓഫ് പ്ലേറ്റ് 10 to 20 mm ആണെങ്കിൽ നമ്മൾ വെൽഡിന്റെ തിക്നെസ് എടുക്കേണ്ടത് 5 mm ആണ്.
ഇനി വെൽഡിന്റെ തിക്നെസ് 20 to 32 ആ റേഞ്ച് വരുന്നതെങ്കിൽ വെൽഡിന്റെ സൈസ് നമ്മൾ എടുക്കേണ്ടത് 6 mm ആണ്. 30 to 50 mm ആണ് നമുക്ക് പ്ലേറ്റിന്റെ തിക്നെസ് തരുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് 8 mm ആണ് ഫോർ ഫസ്റ്റ് റൺ ആൻഡ് 10 mm ഫോർ മിനിമം സൈസ് ഓഫ് ദ വെൽഡ്. 8 for first run and 10 for minimum size of the weld. അപ്പോൾ ഈ മിനിമം സൈസ് ഓഫ് വെൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടേബിൾ ഓർത്തിരിക്കുക. മിനിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഇനി മാക്സിമം കണ്ടുപിടിക്കാനും നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് പറയാം. ഇനി എഫക്റ്റീവ് ത്രോട്ട് തിക്നെസ്. അപ്പോൾ നമ്മൾ ബഡ് ജോയിന്റെ ത്രോട്ട് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ബഡ് ജോയിന്റെ ത്രോട്ട് തിക്നെസ് എങ്ങനെയായിരുന്നു? ഫുൾ പെനട്രേഷൻ ആണെങ്കിൽ എന്തായിട്ട് എടുത്താൽ മതി? തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. പാർഷ്യൽ പെനട്രേഷൻ ആണെങ്കിൽ എന്തായിരുന്നു? 5/8 തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്. അതെന്തായിരുന്നു? ബട്ട് വെൽഡിന്റെ ആയിരുന്നു. ഇനി ഇവിടെ നമുക്ക് എന്താണ്? ഫില്ലറ്റ് വെൽഡിംഗ് ആണ്. ഫില്ലറ്റ് വെൽഡിങ്ങിന്റെ ത്രോട്ട് തിക്നെസ് എടുക്കാനായിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ ആ റിലേഷൻ ഇത്രയേ ഉള്ളൂ. ത്രോട്ട് തിക്നെസ് ഈസ് ഈക്വൽ ടു K into S. അതിനകത്ത് K കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ടാബിൾ കോളം യൂസ് ചെയ്യുന്നത്. ഇതും IS 800 2007 യൂസ് ചെയ്യുന്നത്. അപ്പോൾ K എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് രണ്ട് പ്ലേറ്റ്സ് തമ്മിലാണല്ലോ ഫില്ലറ്റ് വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലേറ്റ്, ഇത് സെക്കൻഡ് പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ആംഗിൾ 60 to 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട Kയുടെ വാല്യൂ എന്താണ്? 0.7 ആണ്. അപ്പൊ യൂഷ്വലി നമ്മൾ എടുക്കുന്നത് എന്താണ്? 60 to 90 ഡിഗ്രി ആണ്, 0.7 ആണ് വാല്യൂ എടുക്കുന്നത്. ഇനി അതല്ല, നമുക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് രണ്ട് പ്ലേറ്റ്സിന്റെ ആംഗിൾസ് വേറെയാണ് തരുന്നത്. ഇപ്പൊ 91 to 100 ആണെങ്കിൽ Kയുടെ വാല്യൂ 0.65, 101 to 106 ആണെങ്കിൽ Kയുടെ വാല്യൂ 0.6, 107 to 113 ആണെങ്കിൽ Kയുടെ വാല്യൂ 0.55, 114 to 120 ആണെങ്കിൽ 0.5. അപ്പൊ ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാൻ ഫില്ലറ്റ് വെൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ആണ് T is equal to K into S. K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? ഈ ടേബിൾ 22 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ Kയുടെ വാല്യൂ എന്താണ്? രണ്ട് പ്ലേറ്റ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ Kയുടെ വാല്യൂ പറയുന്നത്. ആൻഡ് ദെൻ S എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ഫില്ലറ്റ് വെൽഡ് ആണ് S എന്ന് പറയുന്നത്. K into S. S എന്ന് പറയുന്നത് ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് ആണ്. ഫില്ലറ്റ് സൈസ് അല്ലെങ്കിൽ ഫില്ലറ്റ് വെൽഡിന്റെ സൈസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന റിലേഷൻ. ഇതല്ലാണ്ട് നമ്മളൊരു വാല്യൂ പറയും, ത്രോട്ട് തിക്നെസ്. സോ ത്രോട്ട് തിക്നെസ് ഷാൽ നോട്ട് ലെസ് ദാൻ 3 mm ആൻഡ് ഷാൽ നോട്ട് ജനറലി എക്സീഡ് 0.7 times T. പിന്നെ ചില കേസിൽ നമുക്ക് where T is the thickness of the thinner plate of the element being welded or T under special circumstances. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എടുക്കുന്ന റിലേഷൻ ഒക്കെ ഇതാണ്. T is equal to K into S. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? It should not be throat thickness should not be less than 3 mm and should not generally exceed 0.7 times T. T എന്ന് വെച്ചാൽ thickness of thinner plate. 0.3 മുതൽ 0.7 T വരെയാണ് നമ്മൾ ത്രോട്ട് തിക്നെസ് പറയുന്നത്. ഓക്കെ, ത്രോട്ട് തിക്നെസ്. അപ്പോൾ രണ്ടിന്റെയും ത്രോട്ട് തിക്നെസ് തന്നെ മാറിപ്പോകരുത്. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ത്രോട്ട് തിക്നെസ് എന്തിന്റെ ആണ്? ഫില്ലറ്റ് വെൽഡിങ്ങിന്റെ ആണ്. നേരത്തെ പറഞ്ഞത് ബഡ് വെൽഡിങ്ങിന്റെ ആണ്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? Yes, sir. ഈ നെക്സ്റ്റ് എഫക്റ്റീവ് ലെങ്ത് പറയുകയാണ്. എഫക്റ്റീവ് ലെങ്ത്, the length of the weld for which specified size of throat thickness exists. In drawing only effective length, നമുക്ക് ഫിഗേഴ്സ് തരുവാണെങ്കിൽ അവിടെ നമുക്ക് തരുന്ന എഫക്റ്റീവ് ലെങ്ത് ആണ്. Weld length may be equal to effective length. Welding length is equal to effective length plus twice the size of the weld. So welding length നമുക്ക് എടുക്കുന്നത് എന്താണ്? Effective length plus twice the size of the weld. Then effective length should not be less than 4 times the size of the weld. Effective weld length should not be less than 4 times the size of the weld. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പോൾ ഞാൻ ഈ ഓരോ പോയിന്റ്സ് എന്തിനാണ് നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലാവും. ഇനി ലാബ് ജോയിന്റ്, നമുക്ക് ഫില്ലറ്റ് വെൽഡിംഗ് ലാബ് ജോയിന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലാബ് ജോയിന്റ് ഇതിനെ ലാബ് ജോയിന്റ് എന്നാണോ പറയുന്നത്? Yes, sir. Lap joint. About fillet welding in the lap joint, minimum lap should be 4 times the thickness. Should be 4 times the thickness of the thinner part jointed, or 40 mm, whichever is more. For fillet welding, we lap joint use cheyaanengil
lap joint should be 4 times the thickness of thinner part jointed or 40 mm, whichever is more. ഇനി ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് വെൽഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ്? ലെങ്ത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 4 times the weld size. അപ്പോൾ ഇന്റർമീഡിയറ്റ് വെൽഡ് ഇതാണ്ടേ, ഇതാണ് ഫസ്റ്റ് വെൽഡ്, ഇത് ഫസ്റ്റ് വെൽഡ്, പിന്നെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടു, പിന്നെയാണ് അടുത്ത വെൽഡ്, പിന്നെയും ഗ്യാപ്പ് ഇട്ടു, ഇതാണ് മൂന്നാമത്തെ വെൽഡ്. So length shall not be less than 4 times the weld size. Shall not be less than 4 times the weld size or 40 mm, whichever is more. അപ്പോ ദാണ്ടേ ഇവിടെ നമുക്ക് ഈ 1/2 എന്ന് കൊടുത്തിരിക്കുന്ന സാധനം എന്താണ്? എന്ത് ലെങ്ത് ആണ് 1/2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്? ലെഗ് സൈസ് ആണ് 1/2 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ വെൽഡിന്റെ ലെങ്ത് എത്രയാ പറയുന്നത്? ലെങ്ത് shall not be less than 4 times the weld size or 40 mm, whichever is more. The minimum clear spacing of the intermittent weld shall be 12 T for compression joints and 16 T for tensile joint. അപ്പോൾ സ്പേസിംഗ് രണ്ട് വെൽഡിന്റെയും ഇടയ്ക്കുള്ള സ്പേസിംഗ് ഇവിടെ പറയുന്നുണ്ട്. 12 T for compression joint and 16 T for tensile joint, where T is the thickness of thinner plate. അപ്പോൾ ഈ ടി നമ്മൾ പറയുന്നത് എന്താണ് ബോൾട്ടിങ്ങിനകത്ത് ഇവിടെ എന്താണ് ടി നമ്മൾ എപ്പോഴും എടുക്കുന്നത് തിന്നർ പ്ലേറ്റിന്റെ തിക്നെസ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളിനകത്ത് നമ്മൾ എങ്ങനെയാണ് കുറച്ച് വാല്യൂസ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകണം. ഡിസൈൻ സ്ട്രെസ്സസ് ഇൻ വെൽഡ്. നമ്മളൊരു ബോൾട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബട്ട് വെൽഡ് ആണ്. ബട്ട് വെൽഡ്. സോ ബട്ട് വെൽഡിങ്ങിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല. നമ്മൾ അവിടുത്തെ നമ്മൾ രണ്ട് പ്ലേറ്റ്സുകൾ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ബട്ട് വെൽഡിങ് ചെയ്യുന്നത്. അപ്പൊ ആ പ്ലേറ്റിന്റെ ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ ബട്ട് വെൽഡിനും ഉള്ളതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ട്രീറ്റഡ് ആസ് പാരന്റ് മെറ്റൽ with thickness equal to throat thickness and stresses shall not exceed those permitted in the parent metal. അപ്പോൾ പാരന്റ് മെറ്റലിന്റെ സ്ട്രെസ് തന്നെയാണ് നമ്മൾ എവിടെ എടുക്കുന്നത്? ബട്ട് വെൽഡിന്റെയും സ്ട്രെസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ ഫില്ലറ്റ് വെൽഡ്, സ്ലോട്ട് ആൻഡ് പ്ലഗ് വെൽഡ് എടുക്കുവാണെങ്കിൽ, ഫില്ലറ്റ് വെൽഡ്, സ്ലോട്ട്, പ്ലഗ് വെൽഡ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസൈനിങ്ങിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡിസൈനിങ്ങിന്റെ ഇക്വേഷൻ. ഇറ്റ് ഈസ് ഗീവൺ ഇൻ IS 800 2007 ക്ലോസ് 10.5.7.1 പേജ് 79. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് എന്താണ്? ഡിസൈൻ സ്ട്രെസ്സസ് ഇൻ വെൽഡിന്റെ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. സ്ട്രെസ്സസ് ഇൻ വെൽഡ്, സ്ട്രെസ് FWD is equal to FWN divided by gamma MW. FWN. ഇവിടെ നമുക്ക് FWN കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? FU by √3. FU by √3. അത് FU എന്താന്ന് നോക്കിക്കേ. സ്മോളർ ഓഫ് ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ദ വെൽഡ് ഓർ പേരന്റ് മെറ്റൽ. അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് പറയുന്നത് FU. അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് ദ വെൽഡ് ഓർ ഓഫ് ദ പേരന്റ് മെറ്റൽ. അപ്പൊ ഏതിന്റെ വാല്യൂ ആണ് നമുക്ക് അറിയാവുന്നത്? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നെങ്കിൽ എന്താണ് വെൽഡ് കൊടുക്കുക, അല്ലെങ്കിൽ പേരന്റ് മെറ്റലിന്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് കൊടുക്കുക. ഗാമ MW പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. സോ ഈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ റെഫർ ചെയ്യുന്ന ടേബിൾ ഇതാണ്. IS 800 2007 ടേബിൾ 5 പേജ് 30. അപ്പോൾ വെൽഡിന്റെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നോക്കിക്കേ. വെൽഡിന് രണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഷോപ്പ് വെൽഡ്, ഒന്ന് ഫീൽഡ് ഫാബ്രിക്കേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ അത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തരും. ഷോപ്പിലാണോ, അതായത് നമ്മുടെ ഫാക്ടറിയിലാണോ വെൽഡ് ചെയ്യുന്നത്, അതോ ഫീൽഡിലാണോ വെൽഡ് ചെയ്യുന്നത്. അപ്പൊ ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണെങ്കിൽ വെൽഡിന്റെ വാല്യൂ 1.25 ആണ്. ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണെങ്കിൽ നമുക്ക് വെൽഡിന്റെ സൈസ് 1.5 ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1.25 1.5. ഷോപ്പ് ആണെങ്കിൽ 1.25, ഫീൽഡ് ആണെങ്കിൽ 1.5 ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ FWD കിട്ടും. FWD എന്ന് വെച്ചാൽ എന്താണ്? ഡിസൈൻ സ്ട്രെസ്സസ് ഇൻ വെൽഡ് ആണ്. അപ്പൊ സ്ട്രെസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? സ്ട്രെസ് അറിയാമെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ?
എന്തെങ്കിലും മാർഗമുണ്ടോ സ്ട്രെസ് അറിയാമെങ്കിൽ ഫോഴ്സ് കിട്ടാനായിട്ട്? അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് ആണ്. നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം, ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. സോ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്ത് എഴുതിയാൽ മതി? ഡിസൈൻ സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ഡിസൈൻ സ്ട്രെസ് ഇൻറ്റു എന്തായിരുന്നു നമ്മൾ സ്ട്രെസ്സും ഫോഴ്സും ഒക്കെ തമ്മിലുള്ള റിലേഷൻ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഡിസൈൻ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു throat thickness. Length of weld into throat thickness. മനസ്സിലായോ? അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഡിസൈൻ സ്ട്രെസ് ഇൻറ്റു ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. ക്ലിയർ? മനസ്സിലായോ? ലെങ്ത് ഓഫ് വെൽഡ് into throat thickness. So throat thickness നമുക്ക് രണ്ട് കേസിലും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെ കേസിലായിരുന്നു? ബഡ് വെൽഡിങ്ങിനകത്തും ഫില്ലറ്റ് വെൽഡിങ്ങിനകത്തും. ഓക്കെ, അത് മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാക്സിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡിങ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിലേഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡിങ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെൽഡിങ് അപ്ലൈ ചെയ്യുന്ന ആ പോർഷന്റെ സൈസ് എന്താണ്? ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അവിടെ വെൽഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്ലേറ്റിന്റെ തിക്നെസ് നിന്ന് 1.5 mm കുറച്ചാൽ മതി. അതാണ് നമുക്ക് അവിടുത്തെ വെൽഡിങ്ങിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ എഡ്ജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൽഡിങ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ തിക്നെസ് -1.5 ആണ് എന്ത് പറയുന്നത്? വെൽഡിങ്ങിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഇനി ഒരു റൗണ്ടഡ് എഡ്ജ് ഒക്കെയാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് പ്ലേറ്റ്, ഇതിന്റെ മുകളിലേക്ക് വേറൊരു പ്ലേറ്റ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുവാണ്. ഒരു റൗണ്ടഡ് എഡ്ജ് ആണ് വരുന്നതെങ്കിൽ, അപ്പോൾ അവിടുത്തെ തിക്നെസ്, ഇവിടുത്തെ വെൽഡിങ്ങിന്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. The specified size of the weld should not generally exceed 3/4 of the thickness of the section. അപ്പോൾ ഇവിടുത്തെ തിക്നെസ് T ആണെങ്കിൽ ഈ റൗണ്ടഡ് എഡ്ജ് വെൽഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 3/4 into thickness, 3/4 into T. ഈ രണ്ട് വാല്യൂസ് എന്താണ്? മാക്സിമം വാല്യൂസ് ആണ്. ഇത് നമ്മൾ പേജ് 79 80 കിടപ്പുണ്ട്. ക്ലോസ് 10.5.8 IS 800. അപ്പോൾ മിനിമം സൈസും മാക്സിമം സൈസിന്റെ വാല്യൂസ് പറഞ്ഞു തന്നു. അപ്പൊ എന്താണ്? നമ്മൾ ഈ ക്രോസ് സെക്ഷൻസ് വെച്ചിട്ടാണ്, വെൽഡ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം സൈസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? പിന്നെ നമുക്ക് വരുന്ന രണ്ട് കേസും കൂടെ ഉണ്ട്. Members subjected to dynamic loading, the fillet well shall be of full size with its length equal to the thickness of the plate. So dynamic loadings ഒക്കെ exert ചെയ്യുവാണെങ്കിൽ the fillet well shall be of full size. തിക്നെസ് ഫുൾ സൈസിലാണ് നമ്മൾ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോഡിംഗ്, ഡൈനാമിക് ലോഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ well shall be of full size with its length equal to thickness of the plate. തിക്നെസ് ഓഫ് ദ പ്ലേറ്റിന്റെ അതേ തിക്നെസ്സിലാണ് നമ്മൾ എന്ന് കൊടുത്തിരിക്കുന്നത്, വെൽഡിന്റെ തിക്നെസ്സും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു നോൺ യൂണിഫോം ആയിട്ട് വെൽഡ് കൊടുക്കുകയാണെങ്കിൽ end fillet weld normal to the direction of force shall be of unequal size with throat thickness not less than 0.5 T. Fillet weld normal to the direction of force. Fillet weld normal, fillet welding കൊടുത്തിരിക്കുന്നത്. Fillet welding normal to the direction of force shall be of unequal size. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ സൈസ്, വെൽഡിങ്ങിന്റെ സൈസ് കൂടുതലാണ്. ഇവിടെ എന്താണ്? വെൽഡിങ്ങിന്റെ സൈസ്, ഇവിടെ വെൽഡിങ്ങിന്റെ തിക്നെസ് കുറവായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് വെൽഡിംഗ് കൊടുത്തിരിക്കുന്നത്. സോ അൺഈക്വൽ സൈസ് with throat thickness not less than 0.5 times t. The difference in thickness of weld shall be negotiated at a uniform slope. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷനാണ് വെൽഡിംഗ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക? എന്താണ് യൂണിഫോം തിക്നെസ്സിലല്ല കൊടുക്കുന്നത്, ഒരു നോൺ യൂണിഫോം തിക്നെസ്സിലാണ് അവിടെ വെൽഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ക്രോസ് സെക്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് തിയറി ആയിട്ട് വെൽഡിങ്ങിനകത്ത് പറയുന്നത്. ഓക്കെ, വെൽഡിങ്ങിന്റെ ബേസിക് തിയറീസ്. അപ്പോൾ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ബട്ട് വെൽഡ് എന്താണ്, ഫില്ലറ്റ് വെൽഡ് എന്താണ്, പ്ലഗ് വെൽഡ് എന്താണ്, സ്ലോട്ട് വെൽഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ത്രോട്ട് തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതും, പിന്നെ നമ്മൾ ആ ഇക്വേഷൻ എന്തായിരുന്നു, ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഡിസൈൻ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ നമുക്ക് എന്തുണ്ട്, നമുക്ക് IS 800-2007 കിട്ടും. അതിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം, ലെങ്ത് ഓഫ് ദ വെൽഡ് ഇൻറ്റു ത്രോട്ട് തിക്നെസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അപ്പോഴാണ് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, sir.